നമസ്കാരം. തട്ടിപ്പ് ജീവിതവ്രതമായി സ്വീകരിച്ച വയനാട്ടിലെ അഗസ്റ്റിൻ സഹോദരന്മാർ അവരുടെ തട്ടിപ്പിനെ കുടപിടിക്കുന്നതിന് വേണ്ടി പ്രഗത്ഭനായ ഡോക്ടർ അരുൺകുമാറിൻ്റെ സഹായത്തോടെ ഏറ്റെടുത്തതാണ് റിപ്പോർട്ടർ ചാനൽ. MV രാഘവൻ്റെ മകനായ നികേഷ് കുമാർ ഒരു പതിറ്റാണ്ടിലേറെ നടത്തി പരാജയപ്പെട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്ന സമയത്താണ് തങ്ങളുടെ തട്ടിപ്പിന് കുടപിടിക്കാൻ ഒരു ചാനൽ വേണം എന്ന മോഹം അഗസ്റ്റിൻ സഹോദരന്മാർക്ക് ഉണ്ടാവുന്നത്. ചാനൽ സംവിധാനങ്ങളിൽ ദൃശ്യഭംഗി കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള അനിൽ ഐരൂരിനെയും അവതാരകൻ എന്ന നിലയിൽ സകലരെയും മലർത്തിയടിക്കാൻ ശേഷിയുള്ള ഡോക്ടർ അരുൺകുമാറിനെയും ഒപ്പിച്ചെടുത്തതോടെ റിപ്പോർട്ടർ ചാനൽ ശ്രദ്ധ നേടി. ചെറിയ കാലം കൊണ്ട് റിപ്പോർട്ടർ ഏഷ്യാനെറ്റിന് പിന്നിൽ രണ്ടാമതെത്തി. അനിൽ ഐരൂർ സമ്മാനിച്ച സാങ്കേതിക മികവും ഡോക്ടർ അരുൺകുമാറിൻ്റെ അവതാരക മികവും മാത്രമായിരുന്നില്ല, വ്യാജ വാർത്തകളും സെൻസേഷണൽ വാർത്തകളും സൃഷ്ടിച്ചാണ് റിപ്പോർട്ടർ ചാനൽ മുന്നേറ്റം കുറിച്ചത്. തട്ടിപ്പിന് കുടപിടിക്കാൻ മറപിടിക്കാൻ സ്വന്തമായി ഒരു ചാനലായതോടെ അഗസ്റ്റിൻ സഹോദരന്മാർ സകല സീമകളും ലംഘിച്ച് നുണയുടെയും തട്ടിപ്പിൻ്റെയും വ്യാപാരം കൊഴുപ്പിച്ചു. ഫുട്ബോൾ ഇതിഹാസം മെസ്സിയെ കേരളത്തിൽ എത്തിക്കും എന്ന പ്രഖ്യാപനമായിരുന്നു ഈ തട്ടിപ്പ് പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും ശക്തവും ഒടുവിലത്തേതും. മെസ്സി ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് കൽക്കട്ടയിലും ഡൽഹിയിലും ഹൈദരാബാദിലും ടൂറിനായി എത്തുന്നു എന്നറിഞ്ഞ് അതിന് പേരിൽ പണം പിരിക്കാൻ വേണ്ടി നടത്തിയ തട്ടിപ്പാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞത് മെസ്സി ഇന്ത്യയിൽ വന്നപ്പോൾ മാത്രമാണ്. മെസ്സി കൊച്ചിയിൽ വരില്ലെങ്കിൽ ഇന്ത്യയിൽ ഒരിടത്തും വരില്ല എന്ന് ഗീർവാണം അടിച്ച ആൻഡോ അഗസ്റ്റിനെ പിന്നീട് ആരും കണ്ടില്ല. മുസ്ലിം ലീഗ് നേതാവ് മഞ്ഞലാംകുഴി അലി അടക്കം നൂറുകണക്കിന് ആളുകളെ കബളിപ്പിച്ച് അവരൊക്കെയായി കേസ് നടത്തി തട്ടിപ്പിൽ ഡോക്ടറേറ്റ് എടുത്ത് മുമ്പോട്ട് പോവുകയാണ്. കേരളത്തിൽ ആർക്കും എന്തു തട്ടിപ്പും നടത്താം, മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുത്താൽ മതി എന്ന അവസ്ഥയുള്ളത് കൊണ്ട് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലധികമായി ഈ അഗസ്റ്റിൻ സഹോദരന്മാർ നടത്തിക്കൊണ്ടിരുന്ന തട്ടിപ്പുകൾ അധികം ജനമറിഞ്ഞിരുന്നില്ല. എന്നാൽ ചാനൽ മത്സരം മുറുകുകയും മെസ്സി വിവാദം കൊഴുക്കുകയും ചെയ്തതോടെ അഗസ്റ്റിൻ സഹോദരന്മാരുടെ തട്ടിപ്പുകൾ ലോകമറിഞ്ഞു. മുട്ടിൽ മരം മുറി മാത്രമല്ല, മാംഗോ ഫോൺ അടക്കം ബാങ്കുകളെ കബളിപ്പിച്ചതടക്കം അനേകം തട്ടിപ്പ് കേസുകൾ ഇവർക്കെതിരെ ഉണ്ട് എന്ന് ലോകമറിയുന്നത് മെസ്സി തട്ടിപ്പ് പുറത്തു വന്നതോടെയാണ്. അങ്ങനെ സകല മാധ്യമങ്ങളും ഇവരുടെ ഉഡായിപ്പുകളെ കുറിച്ച് വാർത്ത എഴുതാൻ തുടങ്ങിയതോടെ തടി തപ്പുന്നതിന് വേണ്ടി റിപ്പോർട്ടർ മുതലാളിമാർ നേരെ പോയത് ബാംഗ്ലൂരിലേക്കാണ്. കേരളത്തിലെ കോടതികൾക്ക് ഇവരുടെ തട്ടിപ്പിനെ കുറിച്ച് ധാരണയുള്ളതുകൊണ്ട് ബാംഗ്ലൂരിലെ സിവിൽ സെഷൻസ് കോടതിയിൽ പോയി അവർ ഒരു ഹർജി കൊടുക്കുന്നു. കേരളത്തിലെ ചാനലുകളും പത്രങ്ങളും അവരെക്കുറിച്ച് വ്യാജ വാർത്ത കൊടുത്തിരിക്കുന്നു, ആ വ്യാജ വാർത്തകളെല്ലാം നീക്കം ചെയ്യണം എന്നായിരുന്നു ആവശ്യം. 18 വ്യക്തികളെയും മാധ്യമ സ്ഥാപനങ്ങളെയുമാണ് അവർ പ്രതി ചേർത്തത്. ഒന്നാമത്തേത് ഗൂഗിൾ ആയിരുന്നു, രണ്ടാമത്തെ ഫേസ്ബുക്ക് ആയിരുന്നു, മൂന്നാമത്തെ ഇൻസ്റ്റാഗ്രാം, മെറ്റ, അഞ്ചാമത്തെ എക്സ്, ആറാമത്തെ മനോരമ ന്യൂസ്, ഏഴാമത്തെ ഏഷ്യാനെറ്റ്, എട്ടാമത്തെ മീഡിയ 1 TV, ഒമ്പതാമത്തെ ന്യൂസ് 18 കേരള, 10ാമത്തെ സി മലയാളം, 11ാമത്തെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, 12ാമത്തെ ടൈംസ് ഓഫ് ഇന്ത്യ, 13ാമത്തെ ഹിന്ദു, 14ാമത്തെ ന്യൂസ് മിനിറ്റ്, 15ാമത്തെ ETV ഭാരത്, 16 കേരള വിഷൻ ന്യൂസ്, 17 മലയാളം ഇന്ത്യ ടുഡേ, 18ാമത്തെ അശോക് കുമാർ ജോൺ ഡേ. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമ സ്ഥാപനത്തെ ഇങ്ങനെ അപമാനിക്കുന്നത് കണ്ട് കോടതിക്ക് വേദന തോന്നി. കോടതി അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാർത്തകൾ തൽക്കാലം നീക്കം ചെയ്യൂ എന്ന് പറഞ്ഞ് ഉത്തരവിട്ടു. ആ ഉത്തരവിൽ ഒരു വരിയുണ്ടായിരുന്നു, ഇൻക്ലൂഡിംഗ് ബട്ട് നോട്ട് ലിമിറ്റഡ് ടു ഡിഫൻഡന്റ് നമ്പർ 1 to 18 പ്ലാറ്റ്ഫോം ആൻഡ് സ്പ്രെയ്ഡ് ഇൻ ദ പ്ലേറ്റ്ഫോം. അതായത് 1 മുതൽ 18 വരെ ആളുകളെ മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന സകലർക്കും ഇത് ബാധകമാവണമെന്ന്. ഈ ഉത്തരവിന്റെ പുറത്ത് ചാനലുകൾക്കൊക്കെ കോടതി ലക്ഷ്യത്തെ ഭയന്ന് ഇവരെക്കുറിച്ച് കൊടുത്ത വാർത്തകൾ നീക്കം ചെയ്യേണ്ടി വന്നു. മറുനാടന് നോട്ടീസ് അയച്ചു, നോട്ട് ലിമിറ്റഡ് ടു 1 to 18 എന്നത് നിങ്ങൾക്കും ബാധകമാണ്, നിങ്ങളും മാറ്റിയാൽ മതിയാവും. മറുനാട് അയച്ച പല നോട്ടീസുകളിൽ ഒന്നിതാണ്, I write to you behalf of my client, Reporter Broadcasting Company and management team in relation to the defamatory content published. I bring the attention that the Honorable Principal Civil Court, Bangalore, order number ഒക്കെ പറയുന്നുണ്ട്, has passed an interim order, temporary injunction under 39. As per the order, the Honorable Court expressly restrain all defendants, their agents and anyone. It is come to my notice that the continued publication and circulation of the impugned material constitutes a clear violation of the operative direction of the Honorable Court. Please note that non-compliance is a judicial injunction amount to willful disobedience and may attract contempt of court proceedings. Accordingly, once again I call upon immediately remove all defamatory contents, videos, referring Reporter TV and its management team from your account.
ensure that such content is not re-uploaded or redistributed in any form, confirm compliance within 24 hours of receipt of this email എന്ന് പറഞ്ഞ് കത്തയച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് മറുനാടൻ്റെ കുറേ ലിങ്കുകൾ അയച്ചു തന്നു, പലതവണ അയച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടേതൊന്നും ഡിഫേമേറ്ററി അല്ല, ഞങ്ങൾ ഇതൊന്നും നീക്കം ചെയ്യുകയില്ല. കോടതി പറഞ്ഞിരിക്കുന്നത് ഡിഫേമേറ്ററി ആയിട്ടുള്ള കണ്ടന്റ് ഡിലീറ്റ് ചെയ്യാനാണ്. എന്നാൽ ചാനലുകൾ മിക്കവരും അങ്ങനെ ഒരു തർക്കത്തിന് പോയില്ല. അവർ മിക്കവരും തൽക്കാലത്തേക്ക് റിമൂവ് ചെയ്തു. മനോരമ ന്യൂസ് കർണാടക ഹൈക്കോടതിയിൽ പോയി ഉത്തരവിന് സ്റ്റേ വാങ്ങി. എന്നാൽ ഏഷ്യാനെറ്റ് അതിനല്ല ശ്രമിച്ചത്. അവർ വിശദമായി തന്നെ റിപ്പോർട്ടർ ചാനലിന്റെ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ എടുത്ത്, മുട്ടിൽ മരമുറി കേസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIRകളുടെ ലിസ്റ്റ് എടുത്ത്, മുഖ്യമന്ത്രി ഇവരുടെ തട്ടിപ്പിനെ കുറിച്ച് നിയമസഭയിൽ പറഞ്ഞതിന്റെ വിശദാംശങ്ങൾ എടുത്ത് അവർ വലിയൊരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചു. സത്യവാങ്മൂലത്തിൽ റിപ്പോർട്ടർ ചാനലിലെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും എല്ലാം എണ്ണി പറഞ്ഞു. ഇത് കണ്ടതോടെ റിപ്പോർട്ടർ ചാനൽ കബളിപ്പിച്ച് കേസിനെ ഏൽപ്പിച്ചിരുന്ന അഭിഭാഷകർക്ക് കാര്യം പിടികിട്ടി. അവർ കോടതിയോട് പറഞ്ഞു, ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല, ഞങ്ങളെ കബളിപ്പിച്ചാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് കേസ് പിൻവലിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ ഏഷ്യാനെറ്റ് പറഞ്ഞു അങ്ങനെ പിൻവലിച്ചോടാൻ പറ്റില്ല, കോടതിയുടെ സമയം കളഞ്ഞതിന് പിഴ ഈടാക്കണം. അങ്ങനെ കേസ് മാറ്റിവെച്ചു. ഇന്നലെ കോടതിയുടെ ഉത്തരവ് വന്നു. കോടതി പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ സമയം കളഞ്ഞിരിക്കുന്നു, തട്ടിപ്പ് നടത്തിയിട്ട് കോടതിയെ പറ്റിച്ചിരിക്കുന്നു, കോടതിയുടെ പേരിൽ നുണ പറയുന്നു, കോടതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനലിനെതിരെയുള്ള വാർത്തകൾ നീക്കം ചെയ്യാനായിട്ട് ശ്രമം നടത്തി, അടിമുടി തട്ടിപ്പും വെട്ടിപ്പുമാണ്. അതുകൊണ്ട് കോടതിയെ മെനക്കെടുത്തിയതിന് പേരിൽ 10,000 രൂപ പിഴ അടയ്ക്കണം. റിപ്പോർട്ടർ ചാനലിന് ബാംഗ്ലൂരിലെ കോടതി പിഴ പ്രഖ്യാപിച്ചിരിക്കുന്നത് 10,000 രൂപ പിഴ അടയ്ക്കണം. ഇതാണ് റിപ്പോർട്ടർ ചാനലിനോട് കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല മാംഗോ ഫോണിനെ കുറിച്ചും മുട്ടിൽ മരമുറിയെ കുറിച്ചും അടക്കം റിപ്പോർട്ടർ ചാനലിനെതിരെ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന നീക്കം ചെയ്തിരിക്കുന്ന എല്ലാ വാർത്തകളും ഒരാഴ്ചയ്ക്കകം പുനഃസ്ഥാപിക്കണം. ഓർത്തു നോക്കൂ, ഞങ്ങൾക്കെതിരെ ഒരു വാർത്തയും വരാൻ പാടില്ല, ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ വാർത്തകളും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതി ചെന്നപ്പോൾ കോടതി പറയുന്നു ഇവർക്കെതിരെ എല്ലാ വാർത്തയും എല്ലാവരും പ്രസിദ്ധീകരിക്കണമെന്ന്. എന്തൊരവസ്ഥ! ഇതുപോലൊരു അവസ്ഥ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിനും ഉണ്ടായിട്ടുണ്ടാവില്ല. ചിലരുടെ അപേക്ഷ തള്ളിക്കളയും, ചിലരുടെ അപേക്ഷ സ്വീകരിക്കും. പക്ഷേ ഇവർക്കെതിരെയുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കണമെന്നൊരു കോടതി പറയണമെങ്കിൽ ഇതുപോലൊരവസ്ഥ മറ്റാർക്കും ഉണ്ടാവില്ല. ഇതാണ് പറയുന്നത് തട്ടിപ്പിലൂടെ കെട്ടിപ്പടുത്ത റിപ്പോർട്ടർ സാമ്രാജ്യത്തിന് അധികം ആയുസില്ല എന്ന്. ഏഷ്യാനെറ്റ് കട്ടക്കിറങ്ങി യുദ്ധം നടത്തിയത് കൊണ്ടാണ് പെട്ടെന്ന് വിജയമുണ്ടായത്. നാട്ടുകാരെ പറ്റിച്ച് ശീലിച്ച റിപ്പോർട്ടർ കോടതിയെയും പറ്റിക്കാൻ ശ്രമിച്ചു. കോടതി തിരിച്ചറിഞ്ഞു, പിഴ ഈടാക്കി. ഇതാണ് റിപ്പോർട്ടറിന്റെ അവസ്ഥ. എവിടെ നിന്നും ഒക്കെ തെറ്റായ രീതിയിൽ ശേഖരിച്ച പണത്തിന്റെ ബലത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടർ മുമ്പോട്ട് പോകുന്നത്. ജീവനക്കാർക്കൊക്കെ ഏതാണ്ട് കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ മുമ്പ് തന്നെ അനിൽ അയിരൂർ റിപ്പോർട്ടർ ചാനൽ വിട്ടുപോയിരുന്നു. ഇന്ത്യയിൽ തന്നെ ഒരു ചാനൽ ഡിസൈൻ ചെയ്യാൻ, സാങ്കേതിക മികവിൽ കൊണ്ടുവരാൻ അതിന് അനിൽ അയിരൂരിനെ പോലെ മിടുക്കുള്ള ആരുമില്ല. ബിഗ് TV എന്ന പേരിൽ തെലുങ്കിൽ ഒരു ചാനലുണ്ട്. ചാനൽ അവിടുത്തെ നമ്പർ 1 ചാനലാണ്. ആ ബിഗ് TVയുടെ മലയാളം എഡിഷൻ ഈ മാസം ഒടുവിൽ തുടങ്ങുകയാണ്. അതിൻ്റെ ഡിസൈൻ ചെയ്യുന്നത്, അതിൻ്റെ നടത്തിപ്പുകാരനും അതിൻ്റെ CEO ഒക്കെ ഈ അനിൽ അയിരൂരാണ്. അതിന് ഉടമസ്ഥാവകാശവും അനിൽ അയിരൂരിനുണ്ട്. ഹൈദരാബാദിലെ റെഡ്ഡിമാർ തന്നെയാണ് അതിന് പ്രധാന ഉടമകൾ, നിക്ഷേപകർ. പക്ഷേ ഇതിൻ്റെ പകുതി ഉടമസ്ഥാവകാശവും അനിൽ അയിരൂരിനുണ്ട്. സാങ്കേതിക മികവിൻ്റെ ഏറ്റവും മികച്ച പ്രതീകമായിരിക്കും ഈ ചാനൽ. മറ്റ് ചാനലുകളിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വേണു ബാലകൃഷ്ണനും ജോഷി കുര്യനും ലക്ഷ്മി പത്മയും അപർണ കുറുപ്പും ഒക്കെ എത്തിക്കഴിഞ്ഞു. എന്നാൽ കൂട്ടത്തോടെ ആളുകൾ രാജിവെച്ച് ബിഗ് TVയിലേക്ക് ചേക്കേറുന്നത് റിപ്പോർട്ടറിൽ നിന്നാണ്. റിപ്പോർട്ടറിൽ മാന്യമായ ശമ്പളമൊക്കെ ഉണ്ടെന്ന് ഓർക്കണം. പക്ഷേ ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് ആളുകൾക്ക് ആശങ്കയുണ്ട്. ഈ തട്ടിപ്പിൽ കെട്ടിപ്പടുത്ത സാമ്രാജ്യമായതുകൊണ്ട് എത്ര കാലം നിലനിൽക്കും എന്നൊരു നിശ്ചയവുമില്ല. അതുകൊണ്ട് റിപ്പോർട്ടറിൽ നിന്നും കൂട്ടത്തോടുകൂടി ആളുകൾ രാജിവെച്ച് ബിഗ് TVയിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. ദീപക് മലയമ്മ, അലി അക്ബർ ഷാ, ദിലീപ് ദേവസ്യ, സാനിയ മനോമി, ആര്യ സുരേന്ദ്രൻ തുടങ്ങിയവരൊക്കെ റിപ്പോർട്ടർ ചാനൽ വിട്ടുകഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ റിപ്പോർട്ടർ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഉണ്ണി ബാലകൃഷ്ണൻ വിട്ടപ്പോൾ തന്നെ റിപ്പോർട്ടറിന്റെ ബാലൻസിങ് നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ റിപ്പോർട്ടർമാർ കൂട്ടത്തോടെ പോകുന്നു. അവരെയൊക്കെ വിളിച്ച് ഭയപ്പെടുത്തുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അവിടെ പോയാൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പല റിപ്പോർട്ടർമാരെയും ഡീമോറലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും ബാധകമല്ല. തെലുങ്കിൽ നിന്ന് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള പുതിയ ചാനലാണ്. ആ ചാനലിലേക്ക് വന്നാൽ സുരക്ഷിതമാണെന്ന്, മികച്ച ശമ്പളം കൊടുക്കുമെന്ന് എല്ലാവർക്കും അറിയാം. വലിയ ശമ്പളം കൊടുത്താണ് അവരും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏഷ്യാനെറ്റിന്റെ എറണാകുളത്തെ ബ്യൂറോ ചീഫ് ജോഷി കുര്യനെ വലിയ ശമ്പളത്തിൽ, ഏഷ്യാനെറ്റ് ഇപ്പോൾ കൊടുക്കുന്നതിൻ്റെയൊക്കെ ഇരട്ടിയിലധികം ശമ്പളത്തിലാണ് ബിഗ് TV എടുത്തിരിക്കുന്നത്. ഇത്തരം മാറ്റങ്ങൾ അവിടെ നടക്കുന്നത് തന്നെ റിപ്പോർട്ടറിന് ക്ഷീണമായി മാറും. കാരണം റിപ്പോർട്ടർ ജോലി ചെയ്യാൻ മാനസികമായി പലർക്കും സമ്മർദ്ദം സഹിക്കാനാവാത്ത സാഹചര്യമുണ്ട്. തട്ടിപ്പിൽ ഡിഗ്രി എടുത്ത് ഇവർക്കൊപ്പം എത്ര കാലം മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന ആശങ്കയുമുണ്ട്. എന്തായാലും അവർക്ക് കിട്ടിയിരിക്കുന്ന വലിയ തിരിച്ചടി, വ്യാജ വാർത്തകളുടെ വിളനിലമാണ് റിപ്പോർട്ടർ ചാനൽ. അതിവൈകാരികമായി നുണക്കഥകൾ എഴുതിയാണ് അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത്. ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവർക്കെതിരെ കള്ളക്കേസ് പോലും കൊടുക്കുന്ന രീതി ഇവർ ആരംഭിച്ചിരിക്കുന്നു. ബാംഗ്ലൂർ കോടതി
അവരുടെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് 10,000 രൂപ പിഴയുമിട്ട് കണ്ടം വഴി ഓടിച്ചിരിക്കുകയാണ് റിപ്പോർട്ടറെ.